ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറോണയെ പ്രതിരോധിക്കാനായിട്ട് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മാനസികാരോഗ്യവും വർദ്ധിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് എപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, അല്ലേ? അപ്പോൾ പ്രശ്നങ്ങളിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കാതെ സ്നേഹത്തിലും ഉയർച്ചയിലും അറിവിലും ഒക്കെ വേണം നമ്മുടെ മനസ്സ് ഈ സമയത്ത് കേന്ദ്രീകരിക്കാനായിട്ട്. ആരോഗ്യമുള്ള മനസ്സും രോഗങ്ങളെ പ്രതിരോധിക്കാൻ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മുരിങ്ങയില പരിപ്പ് കറിയാണ്. സ്വയം പാചകം ചെയ്ത് കഴിക്കാനായിട്ട് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമായിരിക്കും. സമയമില്ലായ്മ കൊണ്ട് മാറ്റിവെച്ച ഇത്തരം ഹോബികളൊക്കെ പൊടിതട്ടിയെടുക്കാം. കുട്ടികളെയൊക്കെ കൂട്ടി ചെറുതായിട്ടൊന്ന് അടുക്കളയിൽ കയറി പാചകങ്ങളൊക്കെ ഒന്ന് പരീക്ഷിക്കാം. നമ്മുടെ തൊടിയിലൊക്കെയുള്ള മുരിങ്ങയില പോഷക സമൃദ്ധമാണ്, അത് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ചിലവ് കുറഞ്ഞ കറികൾ ഈ സമയത്ത് നമുക്ക് തയ്യാറാക്കുക, അതോടൊപ്പം ആരോഗ്യവും നമുക്ക് നിലനിർത്താം. മുരിങ്ങയിലയും പരിപ്പും കൂടി ചേർത്തിട്ടുള്ള കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് മുരിങ്ങയില നമ്മളിവിടെ അടർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പരിപ്പാണ്. പരിപ്പ് കൂടുതൽ എടുക്കുക, മുരിങ്ങയില അതേ അളവിൽ എടുക്കണ്ട, അതിൽ കുറച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത്, ഇവിടെ ഞാനൊരു മുറി തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് ആയതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് ചുവന്നുള്ളിയാണ്. അതുപോലെ തന്നെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, അല്പം മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, അത് 1/4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരല്പം ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് നന്നായിട്ടൊന്ന് വെണ്ണ പോലെ അരച്ചെടുക്കുകയാണ് വേണ്ടത്. പച്ചമുളക് ഉള്ളിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് അരിഞ്ഞിടാവുന്നതാണ്, അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാനൊക്കെ നല്ലതാണ്. അതേപോലെ നമുക്ക് ഈ പരിപ്പ് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. ഇനി നിങ്ങൾക്ക് പരിപ്പ് കൂടുതൽ ചേർക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ അത് കുറച്ച് ചേർക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. മുരിങ്ങയില മരത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകണം. കാര്യം ഇതിൽ ചെറിയ പ്രാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ കഴുകിയതിന് ശേഷം വേണം നമ്മൾ ഇത് ഇലകൾ അടർത്തിയെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഈ പച്ചമുളക് ഒന്ന് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയും ഒന്ന് വലിയ ഉള്ളിയുള്ളത് ഒന്ന് ചെറുതാക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമുക്ക് പരിപ്പിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ജസ്റ്റ് പരിപ്പിന് ഉപ്പ് പിടിക്കാൻ വേണ്ടി മാത്രം ഒരല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് കുക്കർ തുറന്നു, അതിനുശേഷം വീണ്ടും അടപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നല്ലത് വരും എന്ന് വേണം ചിന്തിക്കാനായിട്ട്. ഈ മുരിങ്ങയിലയ്ക്ക് ഒരല്പം വേവുണ്ട്, സാധാരണ ചീരയില പോലെയൊന്നും അല്ല. അതുകൊണ്ട് 2 മിനിറ്റ് ഇതൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണമെന്നുള്ള ഒരു ചോയ്സ് നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചിന്തിക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ സാധിക്കുന്നത്ര ചെയ്യാനുമാണ് ഈ സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം നമ്മളെക്കാളും വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് നമുക്ക് ചുറ്റും ലോകത്തിൽ. അപ്പോൾ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ വിഷമങ്ങളെല്ലാം വേഗം മാറുന്നതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ കൂടി ശ്രദ്ധിക്കണം. നമ്മളിവിടെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ അരച്ചെടുക്കണം. ഒരല്പം വെള്ളം ചേർത്തിട്ടാണ് ഇതേപോലെ നമ്മൾ ഒരു പേസ്റ്റ് പരുവത്തിന് അരച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലേ? ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയൊക്കെ ഇടാനായിട്ട് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയമാണ്. സമയമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, അല്ലേ? അതുപോലെ തന്നെ പഴയ ഡ്രസ്സുകളൊക്കെ എടുത്ത് അതൊക്കെ മാറ്റി വയ്ക്കുക. നമുക്ക് ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റി നമ്മുടെ ഷെൽഫിൽ സ്ഥലം കളയുന്ന ആ ഒരു പ്രശ്നത്തെ ഒഴിവാക്കാനായിട്ടും സാധിക്കും. ഒരു വർഷത്തിൽ കൂടുതലൊക്കെ ഉപയോഗിക്കാതെ കിടക്കുന്ന വസ്തുക്കളൊക്കെ നമുക്ക് മാറ്റാനായിട്ട് ഈ ഒരു സമയം നമുക്ക് വിനിയോഗിക്കാവുന്നതാണ്. നമുക്കിപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരുടെയും തൊട്ടടുത്ത് പോകാനോ അല്ലെങ്കിൽ അവരെ കാണാനോ ഒന്നും സാധിക്കുന്ന അവസ്ഥയല്ല.
പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് അവരെയൊക്കെ ഫോൺ വിളിച്ച് അവരുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് എല്ലാവർക്കും തന്നെ സാധിക്കും. അപ്പോൾ പ്രത്യേകിച്ച് പ്രായമുള്ളവരെയൊക്കെ പ്രത്യേകിച്ച് വിളിക്കുക, അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും പറ്റിയ സമയമാണ്. കാര്യം നമുക്ക് അനാവശ്യമായിട്ട് ഹോട്ടൽ ഫുഡോ ബേക്കറി ഐറ്റംസോ ഒന്നും കഴിക്കാനായിട്ട് ഈ സമയത്ത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറയും. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. എൻ്റെ വെയിറ്റ് 1 കിലോ കുറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ലോസിനും അതുപോലെ രോഗപ്രതിരോധ ശക്തിക്കുമൊക്കെയുള്ള വീഡിയോസ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിരുന്നു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഡ്രിങ്ക്സ് ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് വേണ്ടവർ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഇനി ഇതൊന്ന് ചൂടായി വരാനായിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് വയ്ക്കാം. ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ മതി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ അരപ്പിലൊരൽപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അടപ്പത്ത് വെച്ചിരിക്കുന്ന പാത്രം നന്നായിട്ട് ചൂടായിട്ട് വേണം കടുകൊക്കെ ഇട്ട് കൊടുക്കാൻ. അതായത് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വേണം. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ഉണക്കമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഞാനിവിടെ സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്. ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ചേർത്താലും മതി. ഉള്ളി നമ്മൾ അരപ്പിന് ചേർത്തുകൊണ്ടാണ് ഞാനിവിടെ ചേർക്കാഞ്ഞത്. നമ്മുടെ മുളക് ചേർക്കാം. പിന്നെ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സവാളയൊക്കെ ബ്രൗൺ നിറമായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇത്തിരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ കാര്യമായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ മുളക് പൊടിയുടെ ആവശ്യം ഇല്ലയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. എനിക്കൊരല്പം ഒരു ശോഭയിൽ നിൽക്കുന്ന കറിയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പും മുരിങ്ങയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്യാണ്. ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട് മുരിങ്ങയില പരിപ്പ് കറി വെച്ചു. പിന്നെ ഒരു മുട്ടക്കറി വെച്ചു. അപ്പോൾ ഇത് മുട്ടക്കറിയാണ്. നമ്മുടെ വീട്ടിലുള്ള ഏത് ഇലക്കറികളുടെ കൂടെയും പരിപ്പ് ചേർത്ത് ഇതേ രീതിയിൽ വെക്കാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോ എന്ത് വേണമെന്നൊക്കെ പറയാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.